യേശുവിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ പരിശുദ്ധ അമ്മയുടെ എല്ലാ നാമങ്ങളും അമ്മയുടെ പ്രത്യക്ഷീകരണവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ഇന്ന് നിങ്ങളുടെ സവിശേഷ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുന്നത് ബസലിക്ക ഡെല്ല സാന്താ കാസയിലേക്കാണ്. ബസലിക്ക ഓഫ് ഹോളി ഹൗസ്. ആ പേരിന് കാരണം നസറത്തിലെ തിരുക്കുടുംബം താമസിച്ചിരുന്ന ഭവനം ഇന്ന് സ്ഥിതി ചെയ്യുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ്. 31 അടി നീളവും 13 അടി വീതിയുമുള്ള ഈ ഭവനം ആദ്യ നൂറ്റാണ്ടിൽ വിശുദ്ധന്മാർ വണങ്ങിയിരുന്നു. മംഗലവാർത്തയുടെ ഭവനം, വചനം മാംസമായി പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ ആവസിച്ച ഭവനം, അതെ, രക്ഷാകര ദൗത്യത്തിന് സാക്ഷ്യം വഹിച്ച ഗൃഹം. ഈ ഭവനത്തെക്കുറിച്ചുള്ള വിശ്വാസ പാരമ്പര്യം അനുസരിച്ച് വിശുദ്ധ നാട്ടിലെ നസറത്തിലായിരുന്ന ഈ ഭവനം മുസ്ലിം അധിനിവേശത്തിന് മുൻപ് 13-ാം നൂറ്റാണ്ടിൽ 1290 മാലാഖമാരാൽ സംഭവിക്കപ്പെട്ട് ഇറ്റലിയിലുള്ള ലൊറേറ്റയിൽ എത്തിച്ചേർന്നു എന്നുള്ളതാണ്. വിശ്വാസ പാരമ്പര്യം പറയുന്നതനുസരിച്ച് ആദ്യം മാലാഖമാരാൽ സംഭവിക്കപ്പെട്ട് ക്രൊയേഷ്യയിലെ ടെർസാറ്റോ എന്ന ഒരു ചെറുപട്ടണത്തിൽ എത്തിച്ചേരുകയും അവിടെ സ്ഥാപിതമാവുകയും ചെയ്തു. ആ നാളുകളിൽ ഒരു വൈദികന് പ്രത്യക്ഷപ്പെട്ട് ഈ ഭവനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കിക്കുകയും തദ്ദേശവാസികളിൽ ആ ഭവനം സന്ദർശിച്ചപ്പോൾ അതിലൊരു അൾത്താരയും കേദാറിൽ നിർമ്മിച്ച പരിശുദ്ധ അമ്മയുടെ ഒരു രൂപം കാണപ്പെടുകയും ചെയ്തു. എന്നാൽ 1294 ആ രൂപം മാലാഖമാരാൽ തന്നെ അവിടെ നിന്ന് സംവഹിക്കപ്പെടുകയും അവസാനമായി ഇറ്റലിയിലെ ലൊറേറ്റയിൽ സ്ഥാപിതമാവുകയും ചെയ്തു. ഒരു റോഡിന് നടുവിലായി. ലൊറേറ്റോ എന്ന പദം ഉത്ഭവിച്ചിരിക്കുന്ന ലൊറേറ്റം എന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണ്. ഹൗസ് ഓഫ് ലോറൽസ്, സ്തുതിയുടെ സ്ഥലം എന്നർത്ഥം. അതിശയോക്തി നിറഞ്ഞ കഥകളാണെന്ന് തോന്നിയാലും ഈ ഒരു സംഭവത്തെ സാധൂകരിക്കുന്ന അനേകം ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളും ലഭ്യമാണ്. അതിലെല്ലാം ഉപരിയായി ഇന്നും ഇതൊരു ഭക്തിയുടെ കേന്ദ്രമായി നിലകൊള്ളുന്നു. 1920 മാർച്ച് 24 ബെനഡിക്റ്റ് 15-ാം മാർപ്പാപ്പ ആകാശയാത്രികരുടെയും ശുഭയാത്രയുടെയും മധ്യസ്ഥയായി ലൊറേറ്റ മാതാവിനെ പ്രഖ്യാപിച്ചു. ഇത് പരിശുദ്ധ അമ്മയുടെ ഭവനം മാലാഖമാരാൽ സംഭവിക്കപ്പെട്ട് നസറത്തിൽ നിന്ന് ലൊറേറ്റയിൽ എത്തിയതിൻ്റെ ഓർമ്മയുടെ സൂചകമായിട്ടാണ്. എല്ലാ നൂറ്റാണ്ടുകളിലും അനേകം വിശുദ്ധർ ഈ സ്ഥലം തീർത്ഥാടനം നടത്തുകയും അവരുടെ വിശ്വാസത്തിൻ്റെ കേന്ദ്രസ്ഥലമായി ഈ ഒരു സംഭവങ്ങളെ കൊണ്ടാടുകയും ചെയ്തിട്ടുണ്ട്. ഇന്നും നമുക്ക് നമ്മുടെ വിശ്വാസത്തിൽ ആഴപ്പെടുവാനായിട്ട് അമ്മയുടെ മാധ്യസ്ഥം തേടാം.